മാറാക്കര പഞ്ചായത്തിലെ 15-ാം വാർഡിൽ പുതുതായി നിർമ്മിച്ച ചുള്ളിക്കാട് അംഗൻവാടി പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ MLA ഉദ്ഘാടനം ചെയ്തു. അവിഞ്ഞിക്കാട്ട് നാരായണൻ വട്ടത്തിരിപ്പാടിന്റെ കുടുംബം സൗജന്യമായി നൽകിയ സ്ഥലത്താണ് പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ MLAയുടെ നിയോജക മണ്ഡലം ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച 15 ലക്ഷം രൂപ ഉപയോഗിച്ച് അംഗൻവാടി കെട്ടിടം നിർമ്മിച്ചത്. ഒരു കേന്ദ്രമാണ്. അതുകൊണ്ടാണ് ലോക്കൽ പഞ്ചായത്തൊക്കെ അതിന് പ്രത്യേക ഉദ്യോഗസ്ഥർ വെച്ച് അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നേതൃത്വം നൽകുകയും നടപ്പിലാക്കുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് അംഗനവാടിക്ക് എത്ര പ്രത്യേകത, 38 അംഗനവാടിയുള്ളത് 37 അംഗനവാടിയും പൂർണ്ണമായ തരത്തിൽ കെട്ടിടത്തിലേക്ക് വന്നു എന്നവിടെ വൈസ് പ്രസിഡന്റ് സൂചിപ്പിച്ചു. അപ്പം പഞ്ചായത്തും ലോക്കൽ പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും ജനപ്രതിനിധികളും നാട്ടുകാരുമൊക്കെ അംഗനവാടിയെ സ്നേഹിക്കുന്നു, കൂടെ നിൽക്കുന്നു എന്നതാണ് വലിയൊരു പ്രത്യേകത. അപ്പം അതുകൊണ്ടാണ് നമുക്ക് ഇത് ഇത്ര എളുപ്പം സന്തോഷകരമായി പൂർത്തീകരിക്കാനായി. മറക്കര പഞ്ചായത്തിൽ ഉള്ള ഈ ഒരു പ്രവർത്തനം പൂർത്തീകരിക്കാൻ ഇവിടെ ഇപ്പോൾ സൂചിപ്പിച്ചു. ബഡ്സ് സ്കൂളിന് 51 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട്. ചെറുപറമ്പ് സ്കൂളിന് നമ്മൾ ഫണ്ട് കൊടുത്തിട്ടുണ്ട്. വനിത സ്കൂളിന് നമ്മൾ ഫണ്ട് കൊടുത്തിട്ടുണ്ട്. കവമ്പുറം കാടാമ്പുഴ റോഡ് റബ്ബറൈസ് ചെയ്യാൻ പോവുകയാണ്. ഇവിടെ മലവട്ടത്ത് തന്നെ 110 kV സബ്സ്റ്റേഷൻ, കറണ്ടിന്റെ വോൾട്ടേജ് ക്ഷാമം പരിഹരിക്കുന്നതിന് ആവശ്യമായ സബ്സ്റ്റേഷൻ വരികയാണ്. ജലജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായി എല്ലായിടത്തും വെള്ളം പൈപ്പ് ലൈൻ എത്തിയിട്ടുണ്ട്. വെള്ളത്തിന്റെ പണി പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നു, ഇനിയും പൂർത്തീകരിക്കാനുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാടേറെ പ്രവർത്തനങ്ങൾ നടന്നത് MLA എന്നുള്ള നിലക്ക് അങ്ങ് കൊണ്ടുവന്ന് കൊടുക്കുകയല്ല, അല്ലെങ്കിൽ അതങ്ങ് ചെയ്യുകയല്ല. മറിച്ച് ബ്ലോക്ക് പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും നാട്ടുകാരും വഴങ്ങുന്ന നമ്മൾ ഒന്നിച്ച് നിന്നതുകൊണ്ട്, നമ്മൾ ഒന്നിച്ച് ഇങ്ങനെ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നതുകൊണ്ട്, നമ്മൾ ഒന്നിച്ചൊരു നാടിന്റെ വികസനം ആഗ്രഹിക്കുന്നു. അവിടെ രാഷ്ട്രീയം കക്ഷിയും ഭേദമൊന്നുമില്ല, ജാതി മതമൊന്നുമില്ല. നമ്മളൊന്നിച്ച് ഈ നാടിന്റെ ഒരു നന്മയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ നന്മക്ക് മുന്നിൽ നിൽക്കുക എന്നതാണ് ജനപ്രതിനിധികളായ ഞങ്ങളുടെ ഒരു ബാധ്യത. അങ്ങനെ നിങ്ങളുടെ കൂടെ നിൽക്കാൻ കഴിഞ്ഞതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ നടത്താൻ കഴിഞ്ഞു എന്നാണ്. അത് നിങ്ങൾക്ക് വേണ്ടിയാണ്, നിങ്ങളുടെ അവകാശമാണ്. അതിന് അതിന്റെ ഔദാര്യമൊന്നും നിങ്ങളുടെ അവകാശമാണ്. അത് സന്ദർഭം നിങ്ങളുമായി പങ്കിടാൻ സാധിച്ചതിൽ ഉള്ള സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടി, നിങ്ങളുടെയൊക്കെ സമ്മതത്തോടു കൂടി ഈ അംഗനവാടിയുടെ ഔപചാരികമായ തുറന്നു കൊടുക്കൽ കർമ്മം നിർവഹിച്ചിരിക്കുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജിത നന്നേങ്ങാടൻ അധ്യക്ഷത വഹിച്ചു. കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വസീമ വേളേരി മുഖ്യാതിഥിയായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് OP കുഞ്ഞുമുഹമ്മദ്, ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ OK സുബൈർ, പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AP ജാഫർ അലി, KP ഷെരീഫ ബഷീർ, ICDS സൂപ്പർവൈസർ സുമ, V മധുസൂദനൻ, AP മൊയ്തീൻകുട്ടി മാസ്റ്റർ, കാടാമ്പുഴ മൂസ ഹാജി, മൂർക്കത്ത് അഹമ്മദ് മാസ്റ്റർ, VK ഷെഫീഖ് മാസ്റ്റർ, PP കുഞ്ഞുമൊയ്തു ഹാജി, കാടാമ്പുഴ മോഹനൻ, സുമ തുടങ്ങിയവർ പ്രസംഗിച്ചു. TP സജിന ടീച്ചർ, TV റാബിയ, ഉമറലി കരേക്കാട്, ശ്രീഹരി, ആബിദ് PP, KP നാസർ, മുസ്തഫ ഹാജി അയനിക്കുന്നൻ, PP മൊയ്തീൻ, PP മുഹമ്മദ്, സിദ്ദീഖ് ചേരുങ്ങൽ, ജുനൈദ് പാമ്പലത്ത്, വേലായുധൻ, ഷാഫി കൊങ്ങപ്പള്ളി, മമ്മൂദ് കാനാഞ്ചേരി, മാനു ചെരട, കേശവ മാസ്റ്റർ, രവി ചെട്ടിയാരം എന്നിവർ പങ്കെടുത്തു. അംഗൻവാടി നിർമ്മാണത്തിന് സൗജന്യമായി സ്ഥലം നൽകിയ അവിഞ്ഞിക്കാട്ട് നാരായണൻ വട്ടത്തിരിപ്പാടിന്റെ കുടുംബത്തിനുള്ള സ്നേഹാദരം MLA നൽകി. നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ ബ്ലോക്ക് പഞ്ചായത്ത് ഫസ്റ്റ് ഗ്രേഡ് ഓഫീസർ R രാജീവ്, കരാറുകാരൻ CP മാധവൻ എന്നിവർക്കും ഉപഹാരം നൽകി. തുടർന്ന് അംഗൻവാടി വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി.